ഫിലിപ്സ് എന്ന് പറയുന്ന ബ്രാൻഡ് അറിയാൻ പറ്റാത്ത ആരുമില്ല. പ്രത്യേകിച്ചും പ്രായമുള്ളവർ. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവർ പല പല പ്രോഡക്റ്റുകൾ ഇറക്കി നമ്മളെ മികവ് തെളിയിച്ച ഒരു ബ്രാൻഡ് തന്നെയാണ്. അതേ ബ്രാൻഡ് തന്നെ ഇറക്കിയിട്ടുള്ള കീപാഡ് മൊബൈൽ ഫോണുകളാണ് ഈ കാണുന്നത്. പ്രധാനമായി 5 മോഡലുകളാണ് ഇപ്പോൾ നിലവിൽ നമ്മുടെ കയ്യിലുള്ളത്. നിങ്ങൾക്ക് നല്ല ബാറ്ററി ബാക്കപ്പ് ഉള്ളൊരു കീപാഡ് ഫോൺ നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ഫിലിപ്സിൻ്റെ ഈ മോഡലുകൾ നിങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. നല്ല ബാറ്ററി ബാക്കപ്പ് മാത്രമല്ല, നല്ല ഡിസ്പ്ലേ ക്വാളിറ്റിയും നല്ല ഡിസ്പ്ലേ സൈസും ഈ 5 മോഡലുകൾക്കും കമ്പനി തരുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം പുറമെ തന്നെ ഈ 5 മോഡലിനും ടൈപ്പ് സി ചാർജിംഗ് പോർട്ടാണ് കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ 5 മോഡലിൽ 3 മോഡലിൽ ക്യാമറയും കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പോരാനിട്ട് നല്ല സൗണ്ട് ക്വാളിറ്റിയും ഈ ഫോണുകൾ തരുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം പുറമെ തന്നെ ഈ 5 മോഡലിൽ 2 മോഡലിൽ കമ്പനി FM റേഡിയോ തന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. അന്യ ബിൽഡ് ക്വാളിറ്റിയാണ് ഫിലിപ്സ് ഈ 5 മോഡലിനും തന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയെക്കുറിച്ച് പറയുമ്പോൾ വേറൊരു കാര്യം കൂടെ പറയാതിരിക്കാൻ പറ്റില്ല, കീപാഡിൻ്റെ കാര്യം. നമ്മൾ പല പല ബ്രാൻഡിൻ്റെ മൊബൈലുകൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്, കീപാഡ് ഫോണുകൾ ഇപ്പോൾ ഉപയോഗിക്കുന്നുമുണ്ട്. അതിൻ്റെ ഒന്നും കീപാഡ് എനിക്ക് തോന്നുന്നില്ല ഇത്ര സോഫ്റ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് ഇതിൻ്റെ കീപാഡ് അന്യ സോഫ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഈ 5 മോഡലിൻ്റെയും. അപ്പം നിങ്ങളിത് ഉപയോഗിച്ച് നോക്കിയാലോ നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. പിന്നെ നമുക്ക് പ്രായമുള്ളവർക്ക് ഒരു ഫോൺ മേടിക്കാൻ നമുക്ക് ഉദ്ദേശമുണ്ടെങ്കിൽ നമുക്ക് ഈ ഫിലിപ്സിൻ്റെ ഈ മോഡലുകൾ പരിഗണിക്കാവുന്നതാണ്. അന്യ മോഡൽ എന്ന് പറഞ്ഞാൽ അന്യ മോഡലും അന്യ ബിൽഡ് ക്വാളിറ്റിയാണ് ഇത് തരുന്നത്. പിന്നെ ഇതിൻ്റെ സ്ക്രീൻ സൈസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പ്രായമുള്ളവർക്ക് എന്തും കൊണ്ടും നല്ല ഉത്തമമെന്ന് തന്നെ പറയാം. പിന്നെ ഇതിൻ്റെ ചാർജിംഗ് പോർട്ട് ടൈപ്പ് സി ചാർജിംഗ് പോർട്ട് ആയതുകൊണ്ട് അവരിപ്പോൾ തിരിച്ചും മറിച്ചും കുത്തി പോർട്ട് കംപ്ലൈൻറ്റ് ആവും എന്നുള്ള പേടിയോ കാര്യങ്ങളൊന്നും വേണ്ട. എങ്ങനെ കുത്തിയാലും ചാർജ് കയറിക്കോളും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പം എന്തും കൊണ്ട് പ്രായമുള്ളവർക്കൊക്കെ ഇത് അന്യ ഒരു ഫോൺ തന്നെ എന്ന് പറയാം. അവർക്കൊക്കെ പറ്റിയൊരു ഫോണാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതിപ്പം നമ്മൾ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ എന്തായാലും വീഡിയോയുടെ താഴെ ഞാൻ ഇട്ടേക്കാം. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ അവർ വിളിക്കുക. നമുക്ക് ഈ ഫോൺ നിങ്ങൾ ഉപയോഗിച്ചാലേ ഉള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. എന്തായാലും 1 ഇയർ വാറണ്ടി കമ്പനി ഈ മോഡലിനെല്ലാം തരുന്നുണ്ട്. അതുകൊണ്ട് ഈ കാര്യത്തിൽ നമ്മൾ പേടിക്കുക വേണ്ട. അപ്പോൾ എന്തും കൊണ്ടും ബെറ്റർ എന്ന് തന്നെ പറയാം. അന്യ ഫോൺ തന്നെയാണ്. അപ്പോൾ നിങ്ങളിത് യൂസ് ചെയ്ത് നോക്കുക.